മന്ത്രിയെ ഏത് രീതിയിലാണ് ആക്രമിച്ചത്, പ്രതിഷേധം എങ്ങനെയാണ് ഉണ്ടായത്, പ്രതിഷേധിച്ചവർ ഏത് രീതിയിലേക്ക് മന്ത്രിക്ക് സമീപത്തേക്ക് പാഞ്ഞെടുത്തോ, മന്ത്രിക്ക് എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ടായത്, മന്ത്രിക്ക് കൈക്ക് പരിക്കേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിവെക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. സ്പീക്കറാണ് ശക്തമായ ഭാഷയിൽ അപലപിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മതിയായ സുരക്ഷ മന്ത്രിക്ക് ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ തന്നെ അറിയാം, മന്ത്രിക്ക് നേരെ പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് മന്ത്രിയെ വഴിയിൽ തടയുമെന്ന പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അപ്പോൾ മുൻകരുതൽ എടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് മന്ത്രിക്ക് പരിക്കേറ്റത്? സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ദൃശ്യങ്ങൾ കൂടി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടി വരും. മന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം സംബന്ധിച്ച് കയ്യേറ്റം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത സമീപനമാണ്. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ അതൊരു അക്രമത്തിലേക്ക് പോകുന്ന രീതി ശരിയല്ല. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, സ്പീക്കർ തന്നെയാണ് വിവരിച്ചത്. സ്പീക്കർ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം രൂപപ്പെട്ടതും അത് അക്രമത്തിലേക്ക് പോയത് എങ്ങനെയാണ്? 3 മണിയോടുകൂടിയാണ് വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിൽ നിന്നും മന്ത്രി വീണ ജോർജ് പോകാൻ ശ്രമിച്ചത്. ആ സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് മന്ത്രിക്കെതിരെ KC-ന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായത്. വലിയ പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ SI അടക്കമുള്ള പോലീസ് മടങ്ങിയെത്താമ ദൃശ്യങ്ങൾ ഒന്നുകൂടി. നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എന്റെ കഴുത്തനക്കാൻ അല്ല സജീവട്ടാ നിങ്ങൾ വരണ്ട അഡ്മിഷൻ ആയിക്കോ. അത് 2 വിഭാഗക്കാർ വന്നു. അല്ല അഡ്മിഷൻ ആക്കാൻ എപ്പോഴാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഫെലിക്സ്, മന്ത്രി തന്നെ പറയുന്നുണ്ട് മന്ത്രിക്ക് ഏറ്റ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്ന പ്രതിഷേധം, അങ്ങനെ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യം, കൈക്ക് പരിക്കേറ്റതായി തന്നെ പറയുന്നുണ്ട്. എന്താണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ലഭ്യമാകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് KC-ന്റെ പ്രതിഷേധമുണ്ടായത്. വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിൽ നിന്നും മടങ്ങാനായാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ സമയത്താണ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം KC-ന്റെ ഭാഗത്തുമുണ്ടായിരുന്നു. നേരത്തെ മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് KC പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. ആ സമയത്താണ് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്പീക്കർ AM ഷംസീർ അടക്കമുള്ളവർ ആ സമയത്ത് വന്ദേ ഭാരത് ട്രെയിന് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്പീക്കറുടെ മുന്നിൽ വെച്ചാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധം KC-ന്റെ ഭാഗത്തും ഉണ്ടാവുന്നത്. ആ സമയത്ത് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്, അതുകൂടി പ്രേക്ഷകർ കാണാം.